പേര് പൊട്ടുവെള്ളരി എന്നാണെങ്കിലും ഈ വെള്ളരി നമ്മൾ ജ്യൂസാക്കി കുടിക്കാനാട്ടോ ഉപയോഗിക്കുന്നത്. ഞാനും തൃശ്ശൂർ വന്നേ പിന്നെ ഈ പൊട്ടുവെള്ളരിയെക്കുറിച്ച് കണ്ടേക്കുന്നതും കേട്ടേക്കുന്നതും. തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇല്ല കേട്ടോ. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, അങ്ങനെ തൃശ്ശൂരിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇതിൻ്റെ കൃഷിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിത്ത് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് നട്ടുപിടിപ്പിക്കാനും പറ്റിയിട്ടില്ല. വഴിക്കൊക്കെ പോകുമ്പോൾ മാത്രം നമുക്ക് ഈ പൊട്ടുവെള്ളരി വാങ്ങാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പോൾ ഒരു 3-4 വാങ്ങിച്ചുകൊണ്ട് പോന്നു. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് മൂത്ത് കഴിഞ്ഞ് വേണം പറിച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോൾ ഇതിങ്ങനെ പൊട്ടും. അപ്പോൾ അത് കാരണം വേറെ ഒരിടത്തേക്ക് കൊണ്ടുപോയി കച്ചവടം ചെയ്യാനും പറ്റിയില്ല. ആ ഭാഗത്ത് കൃഷി ചെയ്യുന്ന ഭാഗങ്ങളിൽ തന്നെ ഇത് വിൽക്കാനും പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ഒരിടത്തേക്ക് കൊണ്ടുപോയി വിൽക്കാനും പറ്റിയില്ല. അതിന് മുന്നേ ഇത് ഉടഞ്ഞു പോകും. നമുക്കിത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ എടുക്കാൻ കൂടെ പറ്റില്ല. അപ്പോഴത്തേനും നമ്മുടെ കയ്യിൽ നിന്നെല്ലാം ഇങ്ങനെ ഉടഞ്ഞ് താട്ടിയാടും. അത്രയും സോഫ്റ്റാണ്. ഇതിന് എന്താ പറയുക, നമ്മുടെ ഐസ്ക്രീം പോലെ അലുത്തായിരിക്കും ഇതിൻ്റെ ഉൾഭാഗമേ നല്ല പൊട്ടിക്കഴിഞ്ഞാൽ. സാധാരണ വെള്ളരിയുടെ പുറന്തോടൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടൊരു കനം വെക്കില്ല. ഇത് നൈസ് പാട മാതിരിയേ പുറന്തോണ്ടുള്ളൂ. നമുക്കിങ്ങനെ വേണേൽ കോരി എടുക്കാം, പക്ഷേ നൈസ് പുറന്തോണ്ട് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊളിച്ച് കളയാൻ കണ്ടോ. ഇങ്ങനെ ഒന്ന് പാട മാതിരി പൊളിച്ച് കളയാനുള്ള തൊലിയേ ഇതിനുള്ളൂ. അപ്പോൾ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞുകളിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ അതൊക്കെ പൊടിഞ്ഞു പോകും. നമുക്കിങ്ങനെ കയ്യിലൊക്കെ അതൊക്കെ സൂക്ഷിച്ച് പിടിച്ച് വേണം ഇത് തൊലി പൊളിച്ച് കളയണമെങ്കിൽ. തൊലി പൊളിക്കാനൊക്കെ നല്ല എളുപ്പമാണ്, പക്ഷേ കൈ പിടിക്കുമ്പോഴത്തേനും അതിങ്ങനെ ഉടഞ്ഞു പോകും. അത്രയ്ക്ക് സോഫ്റ്റാണേ. ഇത് നല്ലപോലെ സ്മാഷ് ചെയ്ത് പഞ്ചസാരയും ചേർത്ത് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. തണുപ്പിച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് നമുക്ക് വിശപ്പും ദാഹമൊക്കെ പോകാൻ നല്ലതാണ്. വെള്ളമൊന്നും ചേർക്കണ്ട. ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് കുറച്ച് ഉടച്ച് കഴിയുമ്പോഴത്തേനും വെള്ളം വായിക്കോളും. നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി പിന്നെ ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം, പശുമ്പാലൊക്കെ ചേർത്ത് കഴിക്കാവേ. പിന്നെ തേങ്ങാപ്പാലിൻ്റെ കൂട്ടത്തിലും പശുമ്പാലിൻ്റെ കൂട്ടത്തിലും ഇനിയുള്ള ഏലക്കാപ്പൊടിയും കൂടെ ചേർത്താലും ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഒരു മിക്സിലോട്ട് അടിക്കൊന്നും വേണ്ട. അതിന് മുന്നേ ഇത് നല്ല ലൂസായിക്കോളും. ചെറുനീര് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നല്ല ലൂസായില്ലേ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് നല്ല ലൂസായിട്ടുണ്ട്. നല്ല രസമായിട്ട് ഇത് കുടിക്കാനായിട്ട്. വിത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പൊട്ടുവെള്ളരിയുടെ തൈ വെച്ച് പിടിപ്പിച്ച് വേണമെങ്കിൽ കഴിക്കാം. അല്ലാതെ മാർക്കറ്റിലൊന്നും ഇത് കച്ചവടം നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും മിക്കവാറും വളർന്നേക്കും. ഒത്തിരി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ. ഇനിയും തൃശ്ശൂർ ഭാഗത്തോടൊക്കെ വരുമ്പം കൊടുങ്ങല്ലൂരോ ഇരിങ്ങാലക്കുടയൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊട്ടുവെള്ളരി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാനോ ഒക്കെ സാധിക്കുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. അടിപൊളിയായിരിക്കുമേ. വെള്ളരിയുടെ പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ കോട്ടയത്തും ഭാഗത്തുള്ളവരൊക്കെ പൊട്ടുവെള്ളരി എന്ന് പറയുമ്പോൾ വിചാരിക്കും മൂക്കാത്ത വെള്ളരിയാന്ന്. പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ പഴുത്ത് പൊട്ടുന്നതുകൊണ്ട് ഇതിന് പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്തായാലും പൊട്ടുവെള്ളരി ജ്യൂസ് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് ഈയിടെ മനസ്സിലായത്. ഞാനും തൃശ്ശൂർ വന്നേ പിന്നെ പൊട്ടുവെള്ളരിയെക്കുറിച്ച് കേട്ടത്. എന്നാലും ഈയിടെ അറിയുന്ന പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് പോലും ഇല്ലാത്തവർ പലരും ഉണ്ടെന്ന്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങളും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോ കേട്ടോ. അറിയത്തില്ലാത്തവരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ പൊട്ടുവെള്ളരിയെക്കുറിച്ച്. വിശപ്പ് ക്ഷീണവും മാറാനൊക്കെ സൂപ്പറാണ് കേട്ടോ. എന്നാലും ഞാൻ 3 തരത്തിലുണ്ടാക്കി. തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കി, പശുമ്പാൽ ഒഴിച്ചുണ്ടാക്കി, വെറുതെ പഞ്ചസാര ചേർത്തുണ്ടാക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പശുമ്പാൽ ഒഴിച്ച് കഴിച്ചതാണേ. താങ്ക് യു.